നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ SCERT സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമ്പൂർണ്ണ. ഏതാണ്? സമ്പൂർണ്ണ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖല എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന മേഖല എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? പ്രാഥമിക മേഖല അഥവാ കാർഷിക മേഖല. എന്താണ്? പ്രാഥമിക മേഖല. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗപ്പെടുത്തി പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖല ഏത്? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗപ്പെടുത്തി പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല, അതായത് വ്യാവസായിക മേഖല. ഏതാണ്? ദ്വിതീയ മേഖല അഥവാ വ്യാവസായിക മേഖല. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഏതു മേഖലയിലാണ്? പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ഏതു മേഖലയിലാണ്? സേവന മേഖല. ഏതു മേഖലയാണ്? സേവന മേഖല. വിദ്യാഭ്യാസം, ഗതാഗതം, IT, ബാങ്കിംഗ് തുടങ്ങിയവ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? എന്താണ്? വിദ്യാഭ്യാസം, ഗതാഗതം, IT, ബാങ്ക് തുടങ്ങിയവ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? സേവന മേഖല അഥവാ തൃതീയ മേഖല. ഏതാണ്? സേവന മേഖല അഥവാ തൃതീയ മേഖല. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാഥമിക, തൃതീയ, ദ്വിതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഏത് മേഖല? പ്രാഥമിക മേഖല. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത്? കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്ന കേന്ദ്ര സ്ഥാപനം ഏതാണ്? സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്ന കേന്ദ്ര സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഭക്ഷ്യ സുരക്ഷ. എന്താണ്? എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഭക്ഷ്യ സുരക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എത്ര കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരാണ് നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്? ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എത്ര കലോറിയിൽ താഴെ പോഷക ആഹാരം ലഭിക്കുന്നവരാണ് നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്? 2100 കലോറിയിൽ താഴെ. എത്രയാണ്? 2100 കലോറിയിൽ താഴെ. അടുത്ത ക്വസ്റ്റ്യൻ, ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എത്ര കലോറിയിൽ താഴെ പോഷക ആഹാരം ലഭിക്കുന്നവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്? 2400 കലോറിയിൽ താഴെ. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു പ്രാവശ്യം പറയാം. ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എത്ര കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരാണ് ഗ്രാമപ്രദേശങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്? എത്രയാണ്? 2400 കലോറിയിൽ താഴെ. അടുത്ത ക്വസ്റ്റ്യൻ, 2011-12 സാമ്പത്തിക സർവേ അനുസരിച്ച് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ ശതമാനം എത്രയാണ്? 29.8%. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ?
2011-12 സാമ്പത്തിക സർവേ അനുസരിച്ച് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ ശതമാനം എത്രയാണ്? 29.8%. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 53.5%. എത്രയാണ്? 53.5%. ഇനി ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഏറ്റവും കുറവ് ദാരിദ്ര്യം അനുഭവിക്കുന്നത് ആരാണ്? ഹിമാചൽ പ്രദേശ് 9.5%. ഏറ്റവും കൂടുതൽ ആരാണ്? ബീഹാറാണ്. ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചോട്ടോ ഈ 3 ക്വസ്റ്റ്യൻ. 2012 സാമ്പത്തിക സർവേ അനുസരിച്ച് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ ശതമാനം എത്രയാണെന്നുള്ളതും ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് ബീഹാറാണെന്നും ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശാണെന്നും ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എത്ര ശതമാനമാണ്? 12%. കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് 12%. അടുത്ത ക്വസ്റ്റ്യൻ, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്നത് സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന ഡാഷ് പദ്ധതിയാണ്. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്നത് സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന ഡാഷ് പദ്ധതിയാണ്. എന്ത് പദ്ധതിയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനകരമായിട്ടുള്ളതും മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ ലഭിക്കുന്നതുമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് അന്നപൂർണ. എന്താണ് ക്വസ്റ്റ്യൻ? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് 10 കിലോ അരി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് റേഷൻ കടയിലൂടെ. ആ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരാണ് അന്നപൂർണ. അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും നന്നായിട്ട് ശ്രദ്ധിച്ചോട്ടോ. ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പദ്ധതികളുടെ പേര് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതും മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പ് 2 രൂപയ്ക്കും ലഭ്യമാകുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. ഏതാണ്? അന്ത്യോദയ അന്ന യോജന. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതും മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പ് എത്ര രൂപയാണ്? 2 രൂപയ്ക്കും ലഭിക്കുന്നതുമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന. അടുത്ത ക്വസ്റ്റ്യൻ, 18 വയസ്സ് പൂർത്തിയായ ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയുമുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന ദേശീയ തലത്തിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 18 വയസ്സ് പൂർത്തിയായി ജോലി ചെയ്യാനായിട്ട് ആരോഗ്യവും സന്നദ്ധതയുമുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന ദേശീയ തലത്തിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഏത്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പദ്ധതിയിലാണ് ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളാകണമെന്ന് പറഞ്ഞിട്ടുള്ളത്? എന്താണ്? ഏത് പദ്ധതിയിലാണ് ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളാകണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഏതാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലാണ്. ഏതാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനകരമായിട്ടുള്ളതും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനകരമായിട്ടുള്ളതും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഏത്? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത ക്വസ്റ്റ്യൻ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് നിശ്ചിത അളവിൽ പോഷക ആഹാരം ലഭ്യമാക്കുന്നതും അംഗൻവാടികൾ മുഖേന നടപ്പിലാക്കുന്നതുമായ സർക്കാരിന്റെ ദരിദ്ര നിർമ്മാർജ്ജന പരിപാടിയാണ് ഏത്? സംയോജിത ശിശു വികസന പരിപാടി.
6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് നിശ്ചിത അളവിൽ പോഷക ആഹാരം ലഭ്യമാക്കുന്നതും അംഗനവാടികൾ മുഖേന നടപ്പിലാക്കുന്നതുമായ സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ പേരാണ് എന്ത്? സംയോജിത ശിശു വികസന പരിപാടി. സംയോജിത ശിശു വികസന പരിപാടി. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ മുഖേന പോഷക മൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്ന സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് ഉച്ചഭക്ഷണ പരിപാടി. എന്താണ്? സർക്കാർ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ആ ഒരു പരിപാടിയുടെ പേരാണ് ഉച്ചഭക്ഷണ പരിപാടി. ഒക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ. അടുത്തത്, ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം ലഭ്യമാക്കുന്ന സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി ഏതാണെന്ന്? എന്താണ്? ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം ലഭ്യമാക്കുന്ന സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. എന്താണ്? ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. അടുത്ത ക്വസ്റ്റ്യൻ, ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിൽ ഉള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് ഡാഷ്. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിൽ ഉള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് ഏത്? പൊതുവിതരണ സംവിധാനം. എന്താണ്? പൊതുവിതരണ സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏതാണ്? 2013. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷമാണ് 2013. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച കാലഘട്ടം ഏതാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ച കാലഘട്ടം 15ാം നൂറ്റാണ്ട്. 15ാം നൂറ്റാണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്റ്റഫർ കൊളംബസ് എവിടെയാണ് ജനിച്ചത്? എവിടെയാണ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത്? റിപ്പബ്ലിക് ഓഫ് ജനോവ. എവിടെയാണ്? റിപ്പബ്ലിക് ഓഫ് ജനോവ, അതായത് ഇന്നത്തെ വടക്കു പടിഞ്ഞാറ് ഇറ്റലിയിൽ. ഇന്നത്തെ വടക്കു പടിഞ്ഞാറ് ഇറ്റലിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ ആദ്യ കപ്പൽ യാത്ര ഏത് വർഷമായിരുന്നു? ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ ആദ്യ കപ്പൽ യാത്ര ഏത് വർഷമായിരുന്നു എന്ന്? AD 1492. 1492. AD 1492. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ ആദ്യ കപ്പൽ യാത്ര ഏത് സമുദ്രത്തിലൂടെയായിരുന്നു? ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ ആദ്യ കപ്പൽ യാത്ര ഏത് സമുദ്രത്തിലൂടെയായിരുന്നു? അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സമുദ്രം? അറ്റ്ലാന്റിക് സമുദ്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ യാത്ര വഴിതെറ്റി എവിടെയാണ് എത്തിയത്? വഴിതെറ്റി വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിലാണ് എത്തിയത്. എന്താണ്? ഇന്ത്യയെ തേടിയുള്ള കൊളംബസിന്റെ യാത്ര വഴിതെറ്റി എവിടേക്ക് എത്തി? വടക്കേ അമേരിക്കയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫെർഡിനാൻഡ് മെഗല്ലൻ ജനിച്ച കാലഘട്ടം ഏതാണ്? എന്താണ്? ഫെർഡിനാൻഡ് മെഗല്ലൻ ജനിച്ച കാലഘട്ടമാണ് 16ാം നൂറ്റാണ്ട്. ഏതാണ്? 16ാം നൂറ്റാണ്ട്. അദ്ദേഹം ജനിച്ച സ്ഥലം വടക്കൻ പോർച്ചുഗൽ. എവിടെയാണ്? വടക്കൻ പോർച്ചുഗൽ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകം ചുറ്റി സഞ്ചരിക്കുക എന്നീ ലക്ഷ്യത്തോടെ പോർച്ചുഗീസ് പരിവേഷകനായ മെഗല്ലനും കൂട്ടരും യൂറോപ്പിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചത് എന്ന്? ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന ലക്ഷ്യത്തോടെ പോർച്ചുഗീസ് പരിവേഷകനായ മെഗല്ലനും കൂട്ടുകാരും യൂറോപ്പിൽ നിന്ന് കപ്പൽ യാത്ര ആരംഭിച്ചത് എന്നാണ്? 1519 സെപ്റ്റംബറിൽ. 1519. 1519 സെപ്റ്റംബറിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വൻകരകളുടെ സ്ഥാനം കണ്ടുപിടിക്കുന്നതിനായി മെഗല്ലനും കൂട്ടരും എന്താണ് ഉപയോഗിച്ചത്? വൻകരകളുടെ സ്ഥാനം കണ്ടുപിടിക്കാനായിട്ട് മെഗല്ലനും കൂട്ടരും ഉപയോഗിച്ചത് ഭൂപടങ്ങളാണ്. ഏതാണ്? ഭൂപടങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആരുമായുള്ള യുദ്ധത്തിലാണ് മെഗല്ലൻ കൊല്ലപ്പെട്ടത്? ആരുമായിട്ടുള്ള യുദ്ധത്തിലാണ് മെഗല്ലൻ കൊല്ലപ്പെട്ടത്? മഗ്ഡാൻ ദ്വീപുവാസികളുമായിട്ട്. ആരായിട്ടാണ്? മഗ്ഡാൻ ദ്വീപുവാസികളുമായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി എവിടെയാണ് ജനിച്ചത്? ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി എവിടെയാണ് ജനിച്ചത്? തൃപ്പൂണിത്തറ.
എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കാൻ അഭിലാഷ് ടോമി മുംബൈയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് എന്നാണ്? സമുദ്രമാർഗം ലോകം ചുറ്റിക്കറങ്ങാനായിട്ട് അഭിലാഷ് ടോമി മുംബൈയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് എന്നാണ്? 2012 നവംബറിലാണ്. എന്നാണ്? 2012 നവംബർ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച അഭിലാഷ് ടോമി മുംബൈയിൽ തിരിച്ചെത്തിയത് 2013 മാർച്ച് 31. അദ്ദേഹം പോയത് 2012 നവംബറിലും തിരിച്ചു വന്നത് 2013 മാർച്ച് 31 തീയതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ പ്രധാന ഉപകരണം എന്താണ്? ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ പ്രധാന ഉപകരണം ഏതാണ്? ഭൂപടമാണ്. ഏതാണ്? ഭൂപടം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടങ്ങളായി കണക്കാക്കുന്നത് ഏതാണ്? ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടമാണ് മെസൊപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങൾ. ഏത് ഭൂപടമാണ്? മെസൊപ്പൊട്ടേമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച് ചുട്ടെടുത്ത ഫലകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? അനക്സിമാൻഡർ. ആരാണ്? അനക്സിമാൻഡർ. അദ്ദേഹം ജനിച്ച കാലഘട്ടമാണ് BC 610. ആരാണ്? അനക്സിമാൻഡർ ജനിച്ച കാലഘട്ടമാണ് BC 610. അടുത്ത ക്വസ്റ്റ്യൻ, അനക്സിമാൻഡറിന്റെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത് എങ്ങനെയായിരുന്നു? തുകിലിലും വെങ്കല ഫലകങ്ങളിലും. അനക്സിമാൻഡറിന്റെ കാലഘട്ടത്തിൽ ഭൂപടങ്ങൾ തയ്യാറാക്കിയിരുന്നത് എങ്ങനെയായിരുന്നു? തുകലിലും വെങ്കല ഫലകങ്ങളിലും. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മെർക്കാറ്റർ. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാണ്? മെർക്കാറ്റർ. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? ആദ്യമായിട്ട് വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ്. ആരാണ്? എബ്രഹാം ഓർട്ടേലിയസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത്? ഭൂപടശാസ്ത്രം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് ഭൂപടശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപടങ്ങൾ തയ്യാറാക്കുന്നവര് അറിയപ്പെടുന്നതോ? കാർട്ടോഗ്രാഫർ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നവരെ അറിയപ്പെടുന്ന പേരാണ് കാർട്ടോഗ്രാഫർ. അടുത്ത ക്വസ്റ്റ്യൻ, കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം ഏതെല്ലാം പദങ്ങളിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്? കാർട്ടോഗ്രഫി എന്ന ഇംഗ്ലീഷ് പദം ഏതെല്ലാം പദങ്ങളിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്? കാർട്ടെ ഗ്രാഫിക എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ്. ഏതാണ്? കാർട്ടെ ഗ്രാഫിക എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാർട്ടെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭൂപടം. അപ്പൊ ഗ്രാഫിക് എന്ന വാക്കിന്റെ അർത്ഥം വരയ്ക്കുക. കാർട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപടം എന്നാണ്. ഗ്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് എന്തെന്ന് പറയുന്നത്? രേഖാചിത്രങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാനുകൾ. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് പ്ലാനുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപടത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം ഏതെന്നും സൂചിപ്പിക്കുന്നതാണ് തലക്കെട്ടുകൾ. ഭൂപടത്തിൽ ചിത്രീകരിക്കുന്ന പ്രദേശങ്ങൾ ഏതാണെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം ഏതെന്നും സൂചിപ്പിക്കുന്നതാണ് ഏത്? തലക്കെട്ടുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് ഡാഷ്. ഭൂമിയിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം ഭൂപടത്തിൽ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് ഡാഷ്. എന്താണ് ആൻസർ? തോത്. എന്താണ്? തോത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന 3 രീതികൾ ഏതെല്ലാം? ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന 3 രീതികളാണ് പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഏതൊക്കെയാണ്? പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി.
അടുത്ത ക്വസ്റ്റ്യൻ, ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ഏതാണ്? വടക്കുനോക്കി യന്ത്രം. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് വടക്കുനോക്കി യന്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ് ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സൂചിക. ഏതാണ്? സൂചിക. ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് ഏത്? സൂചിക. ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗം ഏതാണ്? സൂചിക. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിന്റെ സ്ഥാന നിർണയം നടത്തുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. ഭൂപടം, ഗ്ലോബ് എന്നിവ ഉപയോഗപ്പെടുത്തി ഒരു സ്ഥലത്തിന്റെ സ്ഥാന നിർണയം നടത്തുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. എന്താണ് ഉപയോഗിക്കുന്നത്? അക്ഷാംശ രേഖാംശ രേഖകൾ. ഏതാണ്? അക്ഷാംശ രേഖാംശ രേഖകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ ഏതാണ്? അക്ഷാംശ രേഖകൾ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ് അല്ലേ? ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖ ഏതാണ്? അക്ഷാംശ രേഖകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഗ്ലോബിലും ഭൂപടങ്ങളിലും കുറുകെ വരച്ചിരിക്കുന്ന രേഖകളാണ് ഏത്? അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾ എന്തളവിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഡിഗ്രി അളവിൽ. അക്ഷാംശ രേഖകൾ ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലോബിന്റെ നേർ മധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഗ്ലോബിന്റെ നേർ മധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഏത്? ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖ. അടുത്ത ക്വസ്റ്റ്യൻ, 90 ഡിഗ്രി വടക്ക് അക്ഷാംശം എന്ത് പേരിൽ അറിയപ്പെടുന്നു? 90 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവമെന്നും 90 ഡിഗ്രി തെക്കപ്പ് എങ്ങനെയായിരിക്കും? ദക്ഷിണ ധ്രുവമെന്നും. ഇനി അക്ഷാംശ രേഖകൾക്ക് ലംബമായി ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾ ഏതാണ്? രേഖാംശ രേഖകളാണ്. അക്ഷാംശ രേഖയ്ക്ക് ലംബമായിട്ട് ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾ ഏതാണ്? രേഖാംശ രേഖകൾ. ഇനി ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധ വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ ഏതാണ്? രേഖാംശ രേഖകൾ. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധ വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ളതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഉപരിതലം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ളതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. എന്തു പറയും? ശിലാമണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ, കരയിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എവറസ്റ്റ് കൊടുമുടിയാണ്. ഏതാണ്? എവറസ്റ്റ് കൊടുമുടി. സമുദ്രത്തിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ്? പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് ഡാഷ്. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ രൂപങ്ങളാണ് പർവ്വതങ്ങൾ. എന്താണ്? പർവ്വതങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് ഡാഷ്. മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. ഏതാണ്? പീഠഭൂമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് ഏത്? സമതലങ്ങൾ. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് ഏത്? സമതലങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ് ഏത്? കുന്നുകൾ. പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങൾ ഏതാണ്? കുന്നുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൗമ ഉപരിതലത്തിൽ 2/3 ഭാഗവും ഡാഷ് ആണ്. ഭൗമ ഉപരിതലത്തിൽ 2/3 ഭാഗം എന്താണ്? ജലമാണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലുമായി നിലകൊള്ളുന്ന ഭൂമിയിലുള്ളിലെ ജലം ഉൾക്കൊള്ളുന്നതാണ് ഡാഷ്. ഏതായിരിക്കും? ജലമണ്ഡലം.
ഖരം, ദ്രാവകം, നീരാവി എന്നീ 3 അവസ്ഥകളിലുമായി നിലകൊള്ളുന്ന ഭൂമിയിലുള്ളിലെ ജലം ഉൾക്കൊള്ളുന്നതാണ് ഏതാണ്? ജലമണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അളവ് 3%. ഭൂമിയിലുള്ള ശുദ്ധജലത്തിന്റെ അളവ് എത്രയാണ്? 3%. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന വാതക പാളിയാണ് ഏത്? അന്തരീക്ഷം അഥവാ വായുമണ്ഡലം. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളി ഏതാണ്? അന്തരീക്ഷം അഥവാ വായുമണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതാണ്? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ജൈവമണ്ഡലം. ഏതാണ്? ജൈവമണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നായിരിക്കും കാർബൺ ഡയോക്സൈഡ് കിട്ടുക? അന്തരീക്ഷത്തിൽ നിന്നും. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ധാതു ലവണങ്ങൾ ലഭ്യമാകുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നും. എവിടെ നിന്നാണ് സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ധാതു ലവണങ്ങൾ ലഭിക്കുന്നത്? ശിലാമണ്ഡലത്തിൽ നിന്നും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശമുണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശമുണ്ടാക്കുന്നതുമായ പ്രതിഭാസം ഏതാണ്? പ്രകൃതി ദുരന്തങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഡാഷ്. കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസം ഏതാണ്? ഉരുൾപൊട്ടൽ. ഏതാണ്? ഉരുൾപൊട്ടൽ. അടുത്ത ക്വസ്റ്റ്യൻ, മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാതെ ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകഴിഞ്ഞ് ഒഴുകുന്ന പ്രതിഭാസം ഏതാണ്? വെള്ളപ്പൊക്കം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതെല്ലാം? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഏതൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ 2001 ഉരുൾപൊട്ടലുണ്ടായ പ്രധാന സ്ഥലം ഏതാണ്? അമ്പൂരി. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ 2001 ഉരുൾപൊട്ടലുണ്ടായ പ്രധാന സ്ഥലമാണ് അമ്പൂരി. അടുത്ത ക്വസ്റ്റ്യൻ, 2001 ഇടുക്കി ജില്ലയിലെ ഏത് സ്ഥലത്താണ് ഉരുൾപൊട്ടലുണ്ടായത്? വെണ്ണിയാനി. ഇടുക്കിയിൽ വെണ്ണിയാനിയാണ്. ഇനി കോഴിക്കോടാണെങ്കിലോ 2012 കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നത്. കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്നത് പുല്ലൂരാമ്പാറ. ഏതാണ്? പുല്ലൂരാമ്പാറ. 2013 ഇടുക്കി ജില്ലയിലെ സ്ഥലത്തായിരുന്നു ചീയപ്പാറ. 2013 ഇടുക്കി ജില്ലയിലെ ചീയപ്പാറയിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഡാഷിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഉരുൾപൊട്ടലിന്റെ എന്താണ്? ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമാണ് എന്ത് ഉണ്ടാവുന്നത്? ഉരുൾപൊട്ടല് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെ സാധ്യത വർദ്ധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലം എവിടെയാണ്? വൈകുണ്ഠസ്വാമിയുടെ ജന്മസ്ഥലം ശാസ്താംകോയിൽ. എവിടെയാണ്? ശാസ്താംകോയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ വേണ്ടി കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തിനെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ വേണ്ടി കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തിനെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനത്തിന് വേണ്ടി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. ഏതാണ്? വൈകുണ്ഠസ്വാമിയുടെയാണ് സമത്വ സമാജം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തെ എന്ത് പറഞ്ഞാണ് വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത്?
വെണ്ണീജഭരണം. എന്താണ്? ബ്രിട്ടീഷ് ഭരണത്തെ എന്തു പറഞ്ഞാണ് വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത്? വെണ്ണീജഭരണം. അടുത്ത ക്വസ്റ്റ്യൻ, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരത്ത് കണ്ണാമൂലയില്. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലമാണ് തിരുവനന്തപുരത്ത് കണ്ണാമൂലയില്. ഇനി ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ. മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ ഓർത്തിരിക്കുക, സമപന്തി ഭോജനം ഏതാണ്? വൈകുണ്ഠസ്വാമികളും. ഇനി മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികൾ രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലമാണ് കൊല്ലം ജില്ലയിൽ പന്മന. ഏതാണ് ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലം? ഏതാണ്? കൊല്ലം ജില്ലയിൽ പന്മന. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്നാണ് ചട്ടമ്പി എന്ന പേരിന്റെ അർത്ഥം. ചട്ടമ്പി എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം തുടങ്ങിയ കൃതികൾ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഏതൊക്കെ? ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ. എവിടെയാണ്? ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാദിക്കുവാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഈ വരികൾ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ്? വാദിക്കുവാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ഈ വരികൾ എവിടെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? എവിടെയാണ്? ആലുവയിലെ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ. എവിടെയാണ്? ആലുവയിലെ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പുളികുടി, തിരുണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. പുളികുടി, തിരുണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, ആർഭാടവും അമിത വ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കുവാൻ ജനങ്ങളെ ഉപദേശിച്ച സാമൂഹ്യ പരിഷ്കർത്താവും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും നടപ്പിലാക്കാനും വേണ്ടി സ്ഥാപിച്ച സംഘടന ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനും നടപ്പിലാക്കാനും വേണ്ടി സ്ഥാപിച്ച സംഘടന ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇനി SNDP വന്നത് ഏത് വർഷമാണ്? 1903, 1903. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്നു പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. എന്താണ്? മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞ് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ശ്രീനാരായണ ഗുരു. അടുത്ത ക്വസ്റ്റ്യൻ, അരുവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് ഡാഷ് ആയിരുന്നു. ഏതായിരുന്നു? ശിവലിംഗ പ്രതിഷ്ഠയാണ്. അരുവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് എന്തായിരുന്നു? ശിവലിംഗ പ്രതിഷ്ഠ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു കാരമുക്ക് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ഏതായിരുന്നു? ദീപപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു കാരമുക്ക് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് എന്തായിരുന്നു? ദീപപ്രതിഷ്ഠ. അടുത്ത ക്വസ്റ്റ്യൻ, ശിവഗിരിയിൽ ഗുരു പ്രതിഷ്ഠിച്ചത് ഡാഷ് ആണ്. ശാരദാ പ്രതിഷ്ഠ. അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്കില് ദീപപ്രതിഷ്ഠ,
ഇനി ശിവഗിരിയിൽ എന്തായിരുന്നു? ശാരദ പ്രതിഷ്ഠ. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവിന്റെ അവസാന പ്രതിഷ്ഠ നടന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത്. എവിടെയായിരുന്നു? ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, കളവൻകോടത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് എന്താണ്? ഓം എന്നെഴുതിയ കണ്ണാടി. എന്താണ്? കളവൻകോടത്ത് ലാസ്റ്റ് പ്രതിഷ്ഠയായിരുന്നു. അവിടെ എന്താണ് പ്രതിഷ്ഠിച്ചത്? ഓം എന്നെഴുതിയ കണ്ണാടി. അടുത്ത ക്വസ്റ്റ്യൻ, അധസ്ഥിതരുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. ഇനി അയ്യങ്കാളി അധസ്ഥിതർക്കായി ഏത് വർഷമാണ് വിദ്യാലയം ആരംഭിച്ചത്? 1904. 1904. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന ഏതാണ്? അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം. ഏതാണ്? സാധുജന പരിപാലന സംഘം. അടുത്ത ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞതും അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ, അധസ്ഥിതി വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ അയ്യങ്കാളി ഡാഷ് സഭയിൽ അംഗമായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ആര്? അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻ, അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയ ചരിത്ര സമരമാണ് ഏത്? വില്ലുവണ്ടി യാത്ര. എന്താണ് ക്വസ്റ്റ്യൻ? അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തിലൂടെ സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയ ചരിത്ര സമരമാണ് ഏത്? വില്ലുവണ്ടി യാത്ര. അപ്പൊ വില്ലുവണ്ടി യാത്ര നടന്ന വർഷം 1893 എന്നാണ്. 1893. 1893. അടുത്ത ക്വസ്റ്റ്യൻ, അധസ്ഥിതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കീഴായ്മയുടെ ചിഹ്നമായി ധരിച്ചിരുന്ന കല്ലുമാല അയ്യങ്കാളി വലിച്ചെറിയാൻ അവരോട് അഭ്യർത്ഥിക്കുകയും അവർ വലിച്ചെറിഞ്ഞ കല്ലുമാല 4 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടുകയും ചെയ്തു. ഈ സംഭവമാണ് കല്ലുമാല സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? അധിഷ്ഠിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകള് കീഴായ്മയുടെ ചിഹ്നമായി ധരിച്ചിരുന്ന കല്ലുമാല അയ്യങ്കാളി വലിച്ചെറിയാനായിട്ട് അവരോട് പറഞ്ഞു. അവരങ്ങനെ വലിച്ചെറിഞ്ഞത് എത്ര ഉയരം? 4 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഇങ്ങനെ ഈ സംഭവത്തെ പറയുന്നതിനാണ് എന്ത് സമരം എന്ന് പറയുന്നത്? കല്ലുമാല സമരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ, മുസ്ലിം, അൽ ഇസ്ലാം എന്നീ പേരുകളിൽ മാസികകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പൊ ഈ വില്ലുവണ്ടി യാത്രയും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കല്ലുമാല സമരം ഇതെല്ലാം GK-യിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എന്താണ്? മുസ്ലിം, അൽ ഇസ്ലാം എന്നീ പേരുകളിൽ മാസികകൾ പ്രസിദ്ധീകരിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ, കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളുമായാണ് വക്കം അബ്ദുൽ മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചത്? മുസ്ലിം ഐക്യസംഘം. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളുമായാണ് വക്കം മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചത്? മുസ്ലിം ഐക്യ സംഘം. അടുത്ത ക്വസ്റ്റ്യൻ, മതവിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞത് വക്കം മൗലവിയാണ്. മതവിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? വക്കം മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന വക്കം മൗലവി സ്ഥാപിച്ച പത്രം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന വക്കം മൗലവി സ്ഥാപിച്ച പത്രമാണ് സ്വദേശാഭിമാനി പത്രം. ഏതാണ്? സ്വദേശാഭിമാനി പത്രം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആരെല്ലാമായിരുന്നു? രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? രാമകൃഷ്ണപിള്ള.
അടുത്ത ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്ത വർഷമാണ് 1910. അപ്പൊ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം ഏതാണ്? 1910, 1910. അടുത്ത ക്വസ്റ്റ്യൻ, പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. ഇനി അദ്ദേഹത്തിന്റെ ജനിച്ച സ്ഥലം ഏതാണ്? തിരുവല്ലയിലെ ഇരിവിപ്പേരൂർ. ശ്രീ കുമാര ഗുരുദേവൻ ജനിച്ച സ്ഥലം എവിടെയാണ്? തിരുവല്ലയിലെ ഇരിവിപ്പേരൂർ. ഇനി അദ്ദേഹം സ്ഥാപിച്ച സംഘടന ഏതാണ്? പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഏതാണ്? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. അടുത്ത ക്വസ്റ്റ്യൻ, എത്ര തവണ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്? 2 പ്രാവശ്യം. എത്ര പ്രാവശ്യം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് കുമാര ഗുരുദേവൻ? 2 പ്രാവശ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ലോക യുദ്ധകാലത്ത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ എവിടെയാണ് നടത്തിയത്? എന്താണ്? ഒന്നാം ലോക യുദ്ധകാലത്ത് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ എവിടെയാണ് നടത്തിയത്? എവിടെയാണ്? മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക്. എവിടെയാണ്? മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ നടത്തിയ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ നടത്തിയ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം ലോകത്തിന് സമാധാനം. എന്തായിരുന്നു? സമാധാനം ലോകത്തിന് സമാധാനം. അടുത്ത ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻ, അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ച മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഏക ദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. എന്താണ്? അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ച മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്ക് എതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഏക ദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാണ്? പ്രേംജി. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തോൽ വിറക് സമരം നടന്ന സ്ഥലം. തോൽ വിറക് സമരം നടന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ചീമേനി. തോൽ വിറക് സമരം നടന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ചീമേനി. അടുത്ത ക്വസ്റ്റ്യൻ, മേച്ചിൽപ്പുൽ സമരം നടന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ. മേച്ചിൽപ്പുൽ സമരം നടന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ. അടുത്ത ക്വസ്റ്റ്യൻ, മേച്ചിൽപ്പുൽ സമരത്തിന് നേതൃത്വം നൽകിയ വനിത കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. മേച്ചിൽപ്പുൽ സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മിഷണറി സംഘങ്ങൾ ഏതെല്ലാം? ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഏതൊക്കെയാണ് കേരളത്തിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട മിഷണറി സംഘങ്ങൾ? ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? 1919 മുതൽ 1947 വരെ. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടം ഏതാണ്? ഗാന്ധിയൻ കാലഘട്ടം 1919, അതായത് 1919 മുതൽ 1947 വരെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രവാസി ഭാരതീയ ദിവസ ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 9. പ്രവാസി ഭാരതീയ ദിവസ് ആയി ആചരിക്കുന്നത് ജനുവരി 9. ഗാന്ധി രക്തസാക്ഷി ദിനം എന്നാണ്? ജനുവരി 30. ഗാന്ധി രക്തസാക്ഷി ദിനം ജനുവരി 30. ഗാന്ധിജി ആവിഷ്കരിച്ച സമര രീതിയാണ്
അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. ഗാന്ധിജി ആവിഷ്കരിച്ച സമരരീതി ഏതാണ്? അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. അർദ്ധ നഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗാന്ധിജിയാണ്. അപ്പൊ ഗാന്ധി ജയന്തി എന്നാണ്? ഒക്ടോബർ 2. അടുത്ത ക്വസ്റ്റ്യൻ, സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം? സത്യത്തെ മുറുകെ പിടിക്കുക. സത്യാഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം സത്യത്തെ മുറുകെ പിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആശയ പ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം. ആശയ പ്രചരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് ഏത്? സബർമതി ആശ്രമം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 9 ഡാഷായി ആചരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ജനുവരി 9 നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ജനുവരി 9 എന്താണ്? പ്രവാസി ഭാരതീയ ദിവസമാണ്. അപ്പൊ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാ എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാലേ, ഗാന്ധിജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഗാന്ധിജി. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917, 1917. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം? അഹമ്മദാബാദ് തുണിമിൽ സമരം. നിരാഹാര സമരം ഏതായിരുന്നു? അഹമ്മദാബാദിലെ തുണിമിൽ സമരമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആരാണ്? ഖലീഫ. ലോക മുസ്ലിമുകളുടെ ആത്മീയ നേതാവാണ് ആര്? ഖലീഫ. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഖലീഫ. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ്? ഖലീഫ. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ ചേരിയിലായിരുന്ന തുർക്കിയോടും ഖലീഫയോടുമുള്ള ബ്രിട്ടീഷ് നടപടികൾ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ ചേരിയിലായിരുന്ന തുർക്കിയോടും ഖലീഫയോടുമുള്ള ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് അലി സഹോദരങ്ങൾ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരാണ്? അലി സഹോദരന്മാർ. അടുത്ത ക്വസ്റ്റ്യൻ, അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. ആരാണ് അലി സഹോദരന്മാർ? മൗലാന ഷൗക്കത്ത് അലിയും പിന്നെ ആരാണ്? മൗലാന മുഹമ്മദ് അലിയും. അടുത്ത ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഗാന്ധിജിയാണ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹരണ സമരം. ഏതാണ്? നിസ്സഹരണ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ മലബാർ കലാപം നടന്ന വർഷം? 1921. മലബാർ കലാപം നടന്നത് 1921, 1921. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങൾ ഏവ? മലബാർ കലാപ സമയത്ത് കേരളത്തിൽ സജീവമായ പ്രസ്ഥാനങ്ങളാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും. ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്? 1920 കൽക്കത്ത പ്രത്യേക സമ്മേളനം. ഏതാണ്? 1920, 1920 കൽക്കത്ത പ്രത്യേക സമ്മേളനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിലെ കർഷകരിൽ പുത്തനുണർവ് സൃഷ്ടിച്ച മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം? മലബാറിലെ കർഷകരിൽ പുത്തനുണർവ്
സൃഷ്ടിച്ച മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1920. 1920. അടുത്ത ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഒപ്പം ഉണ്ടായത് ആരാണ്? മൗലാന ഷൗക്കത്ത് അലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത് ഖിലാഫത്ത് നേതാവ് ഡാഷിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത പരന്നതാണ്. എന്താണ്? മലബാർ കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത് ഖിലാഫത്ത് നേതാവ് ഡാഷിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്ത പരന്നതാണ്. ആരായിരുന്നു ആ നേതാവ്? ആലി മുസ്ലിയാര്. ആരായിരുന്നു? ആലി മുസ്ലിയാര്. അടുത്ത ക്വസ്റ്റ്യൻ, വാഗമൺ കൂട്ടക്കൊലയിൽ എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്? 72 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. വാഗമൺ കൂട്ടക്കൊലയിൽ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു? 72 പേരുടെ ജീവൻ. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏത്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങളാണ് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാർ വധിച്ചത്? മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാർ വധിച്ചതെന്ന്? ആലി മുസ്ലിയാർ, വാരിയം കുന്നത്ത് മുഹമ്മദ് ഹാജി. ആരൊക്കെയാണ്? ആലി മുസ്ലിയാരും പിന്നെയോ വാരിയം കുന്നത്ത് മുഹമ്മദ് ഹാജിനെയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവം നടന്നത് എന്നാണ്? 1922. എവിടെയായിരുന്നു സ്ഥലം? ഉത്തർപ്രദേശായിരുന്നു. എവിടെയാണ്? ഉത്തർപ്രദേശായിരുന്നു. ഇനി എന്താണ് ഈ ചൗരി ചൗര സംഭവം? ബ്രിട്ടീഷ് അധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ സംഘടിച്ച 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ ഉണ്ടായ പോലീസ് വെടിവെപ്പിൽ പ്രതിഷേധിച്ച് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് ഏത്? ചൗരി ചൗര സംഭവം. എന്താണ്? ബ്രിട്ടീഷ് അധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ സംഘടിച്ച 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ ഉണ്ടായ പോലീസ് വെടിവെപ്പിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്തു. ആ സംഭവമാണ് എന്ത്? ചൗരി ചൗര സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജിയുടെ വൈക്കം സന്ദർശന സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ഓർമ്മക്കുറിപ്പ്. എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന് ആവേശം പകരാൻ ഗാന്ധിജിയുടെ വൈക്കം സന്ദർശന സംഭവം വിവരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ഏത്? ഓർമ്മക്കുറിപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥ ആരംഭിച്ചത് എന്നാണ്? 1924 നവംബർ 1. സവർണ ജാഥ ആരംഭിച്ചത് എന്നാണ്? 1924 നവംബർ 1. അടുത്ത ക്വസ്റ്റ്യൻ, എവിടം മുതൽ എവിടം വരെയാണ് സവർണരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത്? വൈക്കം ക്ഷേത്രനട മുതൽ തിരുവനന്തപുരം വരെ. എവിടം മുതൽ എവിടം വരെയായിരുന്നു സവർണരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത്? വൈക്കം ക്ഷേത്രനട മുതൽ തിരുവനന്തപുരം വരെ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിവേദനം ആർക്കാണ് സമർപ്പിച്ചത്? മഹാറാണി സേതുലക്ഷ്മി ബായിക്ക്. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിവേദനം ആർക്കാണ് സമർപ്പിച്ചത്? മഹാറാണി സേതുലക്ഷ്മി ബായിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടന ഏത്? യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഏതാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്?
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ആരാണ് നേതൃത്വം നൽകിയത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആരാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻ, അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകളുടെ നേതൃത്വം ആർക്കായിരുന്നു? സരോജിനി നായിഡു. നിയമലംഘന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്ത വനിതകളുടെ നേതൃത്വം ആർക്കായിരുന്നു? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതും ആരാണ്? സരോജിനി നായിഡു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹം. എന്നാണ് ഉപ്പ് സത്യാഗ്രഹം? 1930 ആണ്. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930 1930. അടുത്ത ക്വസ്റ്റ്യൻ, നിയമലംഘന സമരത്തിന്റെ പ്രതീകം ഉപ്പ്. നിയമലംഘന സമരത്തിന്റെ പ്രതീകം എന്താണ്? ഉപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജി അനുഗമിച്ചവരുടെ എണ്ണം 78. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം എത്രയാണ്? 78. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പിനെ സമരമായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തി ആർജിക്കുമെന്ന തിരിച്ചറിവിൽ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമം. അപ്പോൾ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ച സന്ധി ഏതു പേരിൽ അറിയപ്പെടുന്നു? എന്താണ്? ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്നും ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശം പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ച സന്ധിയുടെ പേരാണ് പൂന സന്ധി. പൂന സന്ധി നടന്ന വർഷമാണ് 1932. ഏതാണ്? 1932 1932. അടുത്ത ക്വസ്റ്റ്യൻ, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവാണ് അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ്? അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? 2ാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനം ഏതായിരുന്നു? 2ാം വട്ടമേശ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, ഹർത്താൽ ആരംഭിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ തുടങ്ങിയത് എന്നു മുതലാണ്? ഹർത്താൽ ആരംഭിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ തുടങ്ങിയത് എന്നു മുതലാണ്? 1942 ഓഗസ്റ്റ് 9 മുതൽ. എന്നാണ്? 1942 ഓഗസ്റ്റ് 9 മുതൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15. അടുത്ത ക്വസ്റ്റ്യൻ, 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പൊതുജീവിതത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും പൊതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഇത് ആരുടെ വാക്കാണ്? നെഹ്റുവിന്റെ വാക്കാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലെ പ്രഖ്യാപനമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടന്റെ എന്ത് തന്ത്രത്തിന്റെ ഭാഗമായാണ് കൂടുതൽ പിന്തുണ നൽകിയത്? ഭിന്നിപ്പിച്ചു ഭരിക്കുക. എന്താണ്? മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടന്റെ എന്ത് തന്ത്രത്തിന്റെ ഭാഗമായാണ് കൂടുതൽ പിന്തുണ നൽകിയത്? ഭിന്നിപ്പിച്ച് ഭരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക,
സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദിയായിരുന്നു ലാഹോർ. 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദി എവിടെയായിരുന്നു? ലാഹോർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കാവുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകിയതുപോലെയുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയിലെ മുസ്ലിമുകളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകിയതുപോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? മുഹമ്മദ് അലി ജിന്ന. അടുത്ത ക്വസ്റ്റ്യൻ, എത്രാം വയസ്സിലാണ് വക്കം അബ്ദുൽ ഖാദറിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്? 26-ാമത്തെ വയസ്സിലാണ്. എത്രാം വയസ്സിലാണ് വക്കം അബ്ദുൽ ഖാദറിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്? 26-ാമത്തെ വയസ്സിലാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായിട്ട് INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാരാണ്? വക്കം അബ്ദുൽ ഖാദർ. അടുത്ത ക്വസ്റ്റ്യൻ, INA-യുടെ വനിതാ വിഭാഗം മേധാവി ആരാണ്? മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. INA-യുടെ വനിതാ വിഭാഗം മേധാവിയാണ് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം? ഇന്ത്യയുടെ മോചനം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ മോചനം. അടുത്ത ക്വസ്റ്റ്യൻ, റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത നേതാവ്? റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ട നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ട നേതാവാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതും ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ച നേതാവ്? ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ച നേതാവാണ് ആര്? ഗാന്ധിജി. ക്വസ്റ്റ്യൻ, തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്ര തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്ര തലവനായുള്ള സംവിധാനമാണ് ഏത്? റിപ്പബ്ലിക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ രാഷ്ട്രപതി. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ്? 1950 ജനുവരി 26. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ജനുവരി 26. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ഔദ്യോഗികമായി നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയാണ് നടക്കുന്നത്? രാജ്പഥ്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡ് എവിടെയാണ് നടക്കുന്നത്? രാജ്പഥ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഏത്? ഭരണഘടന. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന അധികാര പ്രമാണമാണ് ഏത്? ഭരണഘടന. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിനായി വേണ്ടി വന്ന കാലയളവ്? 2 വർഷവും 11 മാസവും 17 ദിവസവും. ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിനായിട്ട് വേണ്ടി വന്ന കാലയളവ് എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴുള്ള പട്ടികകളുടെ എണ്ണം 8 പട്ടികയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണ സമയത്ത് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു? 22 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിളും പട്ടികകൾ 8 എണ്ണവും. ഇനി
എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു? 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നത് എന്നാണ്? 1946 ഡിസംബർ 9 എന്നാണ്. 1946 ഡിസംബർ 9. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്ന്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 1949 നവംബർ 26 എന്നാണ്. 1949 1949 നവംബർ 26. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റിയുടെ പേര്? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റിയുടെ പേരാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ഡാഷിലാണ്? ആമുഖത്തിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് എവിടെയാണ്? ആമുഖത്തിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാചകത്തോടെ ആരംഭിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആമുഖം. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന വാചകത്തോടെ ആരംഭിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ആമുഖം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും എന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും എന്നറിയപ്പെടുന്നത് ഏതാണ്? ആമുഖമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ആമുഖത്തിൽ ചേർത്തത് എത്രാം ഭേദഗതി പ്രകാരമാണ്? എന്താണ്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ആമുഖത്തിൽ ചേർത്തത് എത്രാം ഭേദഗതി പ്രകാരമാണ്? 1976 അതായത് 1976 42 ഭരണഘടനാ ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം. 1976 42 ഭരണഘടനാ ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം. അടുത്ത ക്വസ്റ്റ്യൻ, 1976 ഭരണഘടന അതായത് 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിനു പകരം ആമുഖത്തിൽ ചേർത്തതെന്ത്? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും. എന്താണ് ചേർക്കപ്പെട്ടത്? രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് തരം ഭരണ സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്? ഏത് തരം ഭരണ സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്? പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനം. ഏതാണ്? പാർലമെന്ററി ജനാധിപത്യ ഭരണ സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ഏത്? പാർലമെന്ററി ഭരണ സംവിധാനം. ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനത്തെ പറയുന്നത് എന്താണ്? പാർലമെന്ററി ഭരണ സംവിധാനം. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? നിയമനിർമ്മാണമാണ്. പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണം. അടുത്ത ക്വസ്റ്റ്യൻ, ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് ഏത്? പ്രസിഡൻഷ്യൽ സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ഭരണ സമ്പ്രദായമാണ് ഏത്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ഭരണ സമ്പ്രദായം ഏതാണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം.
അടുത്ത ക്വസ്റ്റ്യൻ, ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് ഏത്? മൗലിക അവകാശങ്ങൾ. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് ഏത്? മൗലിക അവകാശങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന മൗലിക അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം 21A. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന മൗലിക അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം 21A. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന രാജ്യത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനായുള്ള സർക്കാരിന്റെ പ്രധാന പദ്ധതിയാണ് SSA, സർവശിക്ഷ അഭിയാൻ. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന രാജ്യത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനുള്ള സർക്കാരിന്റെ പ്രധാന പദ്ധതിയാണ് ഏത്? സർവശിക്ഷ അഭിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, സർവശിക്ഷ അഭിയാന്റെ ആപ്തവാക്യം ഏതാണ്? സർവരും പഠിക്കുക, സർവരും വളരുക. ഏതാണ് SSAയുടെ ആപ്തവാക്യം? സർവരും പഠിക്കുക, സർവരും വളരുക. ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. 1976 42-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 1976 42-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം 51A. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 51A. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി രാഷ്ട്രഭരണത്തിലുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി രാഷ്ട്രഭരണത്തിലുള്ള നിർദ്ദേശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് ഏത്? നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നതിന്റെ അടിസ്ഥാനമായ ഭരണഘടനയാണ് ഡാഷ്. നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നതിന്റെ അടിസ്ഥാനമായ ഒരു ഭരണഘടനയാണ് ഏത്? ബ്രിട്ടീഷ് ഭരണഘടന. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതിയാണ് സംയുക്ത ഭരണ വ്യവസ്ഥ, അതായത് ഫെഡറൽ സംവിധാനം. എന്താണ്? കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതി ഏതാണ്? സംയുക്ത ഭരണ വ്യവസ്ഥ, ഫെഡറൽ സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതറിയപ്പെടുന്നത് ഏതാണ്? ഏകായത്ത ഭരണ വ്യവസ്ഥ, അതായത് യൂണിറ്ററി സിസ്റ്റം. സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഏകായത്ത ഭരണ വ്യവസ്ഥ അഥവാ യൂണിറ്ററി സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയുടെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതിയാണ് മജിസ്ട്രേറ്റ് കോടതി. എന്താണ്? ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് മുൻസിഫ് കോടതി. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയാണ് ഏത്? മുൻസിഫ് കോടതി. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി ഭേദഗതി ഏത് വർഷമായിരുന്നു? 2002. അതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനു മുമ്പ് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി ഏതായിരുന്നു എന്ന്? 2002. സോറി, ഏത് വർഷമായിരുന്നു എന്ന്? 2002.
അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം എത്രാം ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശമല്ലാതായത്? ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം എത്രാം ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശമല്ലാതായത്? 42ാമത്തെ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് രാഷ്ട്രം നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകണമെന്ന വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്? ഏതായിരിക്കും? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്.